എല്ലാവർക്കും നമസ്കാരം. റീസെൻ്റായിട്ട് കർണാടകയിൽ ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് ആരാണ് ആ വാർത്ത വെളുത്ത് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള വാർത്തകൾ വെളിയിൽ വിടുന്ന ആളുകൾ ആരാണ് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യ നമ്മളൊരു മതേതര രാജ്യമാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. എവിടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രൈം മിനിസ്റ്റർ മോദിജി എല്ലാവർക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരാണ്, ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഒരു ഹിന്ദു മറ്റുള്ളൊരു മതത്തിനെ, ഒരു ക്രിസ്ത്യൻ മതത്തിനെയോ ഒരു മുസ്ലിം മതത്തിനെയോ അപകീർത്തിപ്പെടുത്താനോ അതിനെ താഴ്ത്തിക്കെട്ടുന്നതിനോ ഒന്നും അങ്ങനൊരു വീഡിയോസ് നമ്മൾ കാണുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ ഹിന്ദു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുകൊണ്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള മതത്തിൽ ഉൾപ്പെട്ടുള്ള ആളുകളും ശ്രമിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് നമ്മളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാര്യം ഇന്ത്യ ഒരു മഹാരാജ്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ എന്ന് പറയാം. നല്ല നല്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. രാജ്യത്ത് നിലനിന്ന പ്രശ്നങ്ങളെല്ലാം മാറി സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടിയും സാമ്പത്തിക ഡെവലപ്മെൻറ്റോടുകൂടിയും പോകുന്നു ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അപ്പോൾ എല്ലാവരും, എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളെല്ലാവരുടെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ജീവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.